ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അരുണിമ. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മക്കൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ്. അപ്പൊ മക്കളെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഏറ്റവും നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് മിക്ക ആളുകളുടെയും ഉത്തരം എന്ന് പറയുന്നത് മിസ്സേ അത് ഫുഡ് കഴിക്കുന്നതായിരിക്കും എന്നായിരിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അല്ലെ. പല തരത്തിലുള്ള, പല നിറത്തിലുള്ള, പല മണത്തിലുള്ള ഫുഡുകളാണ് അല്ലെ നമുക്ക് ചുറ്റും. ഇപ്പൊ രാവിലെ ആയിക്കഴിഞ്ഞാൽ തന്നെ പല ആളുകൾ എണീക്കുന്നത് ഇന്ന് എന്തായിരിക്കും ഫുഡ് അല്ലെ, ഇന്ന് രാവിലെ അമ്മ എന്തായിരിക്കും ഉണ്ടാക്കിയത് എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പൊ അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് വെറും നമ്മുടെ എന്താ പറയാ നാവിന്റെ ഒരു രുചിക്ക് വേണ്ടി മാത്രമാണോ? അല്ല അല്ലെ. ഈ പറയുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ജീവിക്കാനുള്ള, നമ്മുടെ മൊത്തം പ്രവർത്തികളും ചെയ്യാനുള്ള എല്ലാ ഊർജവും നമുക്ക് കിട്ടുന്നത്. അപ്പൊ വെറും സ്വാദിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അല്ലെ, നമ്മുടെ ടേസ്റ്റ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുണ്ട് അല്ലെ. അതായത് ഈ ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മളിങ്ങനെ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് എത്തിക്കുക എന്തിലേക്കും വലിയ വലിയ രോഗങ്ങളിലേക്കായിരിക്കും അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഫാസ്റ്റ് ഫുഡ് അധികം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, ഇത് എന്ത് ചെയ്യും, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും അല്ലെ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയ്ക്കും, നമ്മുടെ ബുദ്ധി അല്ലെ, നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ശരീര വളർച്ച, ഇതൊക്കെ എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ മാനസികമായിട്ടും ശാരീരികവുമായിട്ടുള്ള വളർച്ചയെ സഹായിക്കുന്ന കുറേ പോഷക ഘടകങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ പോഷക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ എന്നത് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ഫുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പോഷക ഘടകങ്ങൾ അല്ലെ, ഈ പോഷക ഘടകങ്ങൾ വേണ്ട അളവില് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും, രോഗങ്ങൾ പിടിപെടും അല്ലെ. കാരണം ഈ പോഷക ഘടകങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും, നമ്മുടെ മാനസികമായ വളർച്ചയ്ക്കും അല്ലെ, നമ്മുടെ ബുദ്ധി വളർച്ചയ്ക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പം ഈ പോഷക ഘടകങ്ങൾ വേണ്ട രീതിയിൽ നമ്മൾ കഴിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്റെ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ സാധാരണ അല്ലെ, നിങ്ങൾ എഴുതുന്ന സാധാരണ പരീക്ഷയിൽ മാത്രമല്ല, ഇനി നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് 7ാം ക്ലാസ്സിലെത്തുമ്പോൾ USS എക്സാം വരും. അതേപോലെ തന്നെ ഇനി ഇങ്ങനെ വലുതായി വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾ എഴുതും അല്ലെ. അപ്പോഴൊക്കെ നിങ്ങളോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ് പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഇപ്പൊ ഈ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പോഷക ഘടകങ്ങൾ വേണ്ടത്ര അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെ, അതായത് ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെ. ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെ, ഇതിന്റെ ഒരു നിർവചനം എന്താണെന്ന് നോക്കാം. എന്താണ് നോക്കിക്കേ എല്ലാവരും. പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെ, പോഷകഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാവുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ അല്ലെ. ഈ വേണ്ടത്ര അളവില് പോഷകഘടകങ്ങൾ നമുക്ക് ശരീരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വളർച്ച എന്ത് ചെയ്യും, മുരടിക്കും അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ വളർച്ച എന്ത് ചെയ്യും, മുരടിക്കും. ശരീരത്തിന്റെ മാത്രമല്ല അല്ലെ, ചിലപ്പോ എന്ത് ചെയ്യും, നമ്മുടെ ബുദ്ധി വളർച്ച കൂടെ എന്ത് ചെയ്യും, മുരടിച്ചു പോവാറുണ്ട് അല്ലെ. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെ. The deficiency of nutrients cause retardation of growth and many other diseases. Such diseases are called nutrient deficiency disease അല്ലെ. ഇപ്പൊ റിട്ടാർഡേഷൻ ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വളർച്ച എന്ത് ചെയ്യുക, മന്ദീകരിക്കപ്പെടുക അല്ലെ, വളർച്ച എന്ത് ചെയ്യുക, ഇല്ലാണ്ടായി പോവുക. ഈ ഒരു അവസ്ഥയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ന്യൂട്രിയൻസ് ആവശ്യത്തിനുള്ള ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലെ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെ, അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണെന്ന് അറിയോ? ഏതായിരുന്നു? നമ്മൾ പഠിച്ചിരുന്നത് കോഷിയോക്കർ അല്ലെ. കോഷിയോക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഈ കോഷിയോക്കർ എന്നുള്ള രോഗമാണ് അല്ലെ നിങ്ങൾ കാണുന്നത്. അപ്പൊ കോഷിയോക്കറിന്റെ ഏറ്റവും വലിയൊരു
പ്രത്യേകത എന്താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? എന്താണ് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നത്? അല്ലെ, ഇത് ബാധിച്ച ആളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ടാണുള്ളത്. പക്ഷേ അതേ സമയം ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ, ഇയാളുടെ വയറെങ്ങനെയിരിക്കുന്നേ? വീർത്തിരിപ്പുണ്ട് അല്ലെ, വീർത്തിരിപ്പുണ്ട്. അപ്പൊ കോഷ്യോക്കർ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണം എന്താണ്? വയറൊക്കെ എന്ത് ചെയ്യാ, നല്ലോണം ചാടിയിട്ടിരിക്കും, അതേപോലെ തന്നെ ശരീരം ഭയങ്കര ഒട്ടിയിരിക്കും അല്ലെ. അപ്പൊ ഏത് പോഷകഘടകത്തിന്റെ അഭാവം മൂലമാണ് നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നത്? ഏതാണ്? പ്രോട്ടീൻ അല്ലെ. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കോഷ്യോക്കർ എന്ന് പറയുന്നത്. സോ കോഷ്യോക്കർ ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. എന്തോ ഒരു മത്സര പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങളിത്? അപ്പൊ പ്രോട്ടീനിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷ്യോക്കർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോട്ടീൻ നമുക്കറിയാം അല്ലെ, നമ്മുടെ പ്രോട്ടീൻസ് ആണ് നമ്മുടെ മസിലിന്റെ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ഇല്ലാണ്ടായി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ദ ബോഡി ഓഫ് ദ എഫക്റ്റഡ് വിൽ ബി വിത്ത് വീക്ക് അല്ലെ, വീക്ക് ആയിരിക്കും അല്ലെ, ബോഡി എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ആൻഡ് വിത്ത് പ്രൊട്രൂഡഡ് ബെല്ലി അല്ലെ, പ്രൊട്രൂഡഡ് ബെല്ലി അല്ലെ, ഇങ്ങനെ വീർത്ത് കിടക്കുന്ന ബെല്ലി ആയിരിക്കും അല്ലെ ഉണ്ടാവുക, വീർത്ത വയറായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കോഷ്യോക്കർ ഉണ്ടായ ഒരു കുട്ടീനെ കാണാൻ കേട്ടോ. കുട്ടികളിൽ ഉണ്ടായിരുന്ന കോഷ്യോക്കർ എന്ന് പറയുന്ന അസുഖം ബാധിച്ച ഒരു കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എന്താണ്? മാൽന്യൂട്രീഷൻ അല്ലെ, നമുക്ക് വേണ്ടത്രക്ക് ഒരു പോഷകഘടകങ്ങളും കിട്ടാത്ത ഒരു അവസ്ഥയാണിത് അല്ലെ. മാൽന്യൂട്രീഷൻ ഉണ്ടാവും. ഫ്ലാക്സൈൻ ഇൻ ദ ഹെയർ അല്ലെ, അതെങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു വേവി ആയിട്ട് അല്ലെ, പതാക ഒക്കെ വെച്ച പോലെ ഉണ്ടാവും. അതേപോലെ തന്നെ സ്പാസ് ഹെയർ ഉണ്ടാവും. അതേപോലെ തന്നെ മൂൺ ഫേസ് അല്ലെ, ഇങ്ങനെ ഒരു എന്താ പറയാ, പതിഞ്ഞ പോലത്തെ ഒരു മുഖമായിരിക്കും അവർക്ക് ഉണ്ടാവുക. സ്വള്ളൻ അബ്ഡോമൻ അല്ലെ, നമ്മൾ ഇതാണ് പറഞ്ഞിരുന്നത്, വീർത്ത് കിടക്കുന്ന വയറുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, സ്വള്ളൻ അബ്ഡോമൻ. അതേപോലെ തന്നെ ഫാറ്റി ലിവർ അല്ലെ, ലിവറിന്റെ അകത്ത് എന്തുണ്ടാവുക, കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടുക, അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അല്ലെ. സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ് അല്ലെ, അതായത് നമ്മുടെ കാലുകളിലും എന്തുണ്ടാവും, ഒരു വീർത്ത് കെട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. അപ്പൊ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഡെവലപ്മെന്റിന് അല്ലെ, നമ്മുടെ വളർച്ചയ്ക്കൊക്കെ ഈ പ്രോട്ടീൻ ഉണ്ടായേ പറ്റൂ അല്ലെ. അപ്പൊ അതില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന അസുഖമാണ് ഏത്? കോഷ്യോക്കർ. എന്താണ്? കോഷ്യോക്കർ. മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ കോഷ്യോക്കർ. ഇനി ഇതേപോലെ നമുക്ക് ഒരുപാട് പോഷകഘടകങ്ങളുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാറ് എപ്പോഴും വിറ്റാമിനുകൾ അല്ലെ, ഈ വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ്. അപ്പൊ രോഗം ഏതാന്ന് ചോദിക്കും, ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്താന്ന് ചോദിക്കും. ഇതൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കത് പെട്ടെന്നൊന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് നോക്കി പഠിച്ചാലോ? എല്ലാവർക്കും ടീച്ചർ എന്ത് ചെയ്യാം, കുറെ കോഡുകളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ചിലപ്പോൾ കുറെ വിറ്റാമിനും അതിന്റെ ഡെഫിഷ്യൻസി സിൻഡ്രോംസും ഒക്കെ കാണുന്ന സമയത്ത് മാറിപ്പോവും അല്ലെ. അപ്പൊ അതുകൊണ്ട് ടീച്ചർ അത് എളുപ്പമാക്കാൻ കുറച്ച് കോഡ്സ് ഒക്കെ മക്കൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇതാ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പോഷകഘടകങ്ങൾ അല്ലെ, ഇതാ 3 കള്ളികൾ കാണാം നിങ്ങൾക്ക്. അപ്പൊ വിറ്റാമിൻസ് ഉണ്ട് ഇതിന്റെ അകത്ത്, അതേപോലെ തന്നെ കുറെ മൂലകങ്ങളെ നിങ്ങൾക്ക് കാണാം അല്ലെ. ഇരുമ്പ്, അയഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മൂലകങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ അപര്യാപ്തത രോഗമുണ്ട്, ലക്ഷണമുണ്ട് അല്ലെ. എന്താണുള്ളത്? ന്യൂട്രിയൻ ഫാക്ടർ ഉണ്ട്, ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ട്, സിംറ്റംസ് അല്ലെ. ഈ രോഗം ഉണ്ടാവുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് വിറ്റാമിൻ എ ആണ് അല്ലെ, വിറ്റാമിൻ എ. അപ്പൊ വിറ്റാമിൻ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ, കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വിറ്റാമിൻ ആണ് ഈ വിറ്റാമിൻ എ. നമ്മൾ ഈ പറയുന്ന ക്യാരറ്റിലൊക്കെയാണ് വിറ്റാമിൻ കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഈ വിറ്റാമിൻ എ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? ഏത് അസുഖമാണ് നിങ്ങൾക്ക് വരുന്നതെന്ന് അറിയുമോ? നമുക്ക് ഉണ്ടാവുന്ന അസുഖമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെ. എന്താണ് അസുഖത്തിന്റെ പേര്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. എന്താ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ മങ്ങിയ സമയത്ത് അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെ. ഡിഫിക്കൽട്ടി ടു സീ ഇൻ ഡിം ലൈറ്റ് അല്ലെ, മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഇത്തരക്കാർക്ക് എന്തായിരിക്കും പ്രശ്നം? ഇവരൊരു സിനിമാ തിയേറ്ററിലൊന്നും പോയി കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണ് കാണാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താ? മങ്ങിയ നിറയല്ലേ എവിടെ ഉണ്ടാവുക, മങ്ങിയ ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവർക്ക് കണ്ണ് കാണാൻ വേണ്ടി പറ്റത്തില്ല. അതായത് മങ്ങിയ വെളിച്ചത്തിൽ ഒന്നും ഇവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ നിശാന്തത എന്ന് പറയുന്നത്. അപ്പൊ ഈ നിശാന്തത ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് ഉണ്ടാവുന്നത്? വിറ്റാമിൻ എ അല്ലെ. അതേപോലെ അടുത്തതായിട്ട് വിറ്റാമിൻ ബി ആണ് അല്ലെ. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിക്കാറുണ്ട്.
മൗത്ത് സോഴ്സ് അല്ലെ, മൗത്ത് സോഴ്സ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, വായ്പുണ്ണ് അല്ലെ. ഇനി വിറ്റാമിൻ ബിയോടെ ഇതേപോലെ തന്നെ ചിലപ്പോൾ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്, വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്താണെന്ന്. ബെറി എന്ന് പറയുന്ന ഒരു രോഗം കൂടി ഉണ്ട് കേട്ടോ, ബെറി. ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കണേ. വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് അല്ലെ ബെറി എന്ന് പറയുന്നത് അല്ലെ, ബെറി എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാ, എന്റെ മക്കള് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ, കാരണം പല പരീക്ഷയ്ക്കും ബെറിയാണ് ചോദിക്കാറ്. അപ്പൊ ഈ വായ്പുണ്ണ് തന്നെയാണ് സത്യത്തിൽ അല്ലെ, വായ്പുണ്ണ് എന്ന് പറയുന്ന അസുഖം തന്നെയാണ് മൗത്ത് സോഴ്സ് അല്ലെ. അതും എന്താണ്, ഈ പറയുന്ന വിറ്റാമിൻ ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പൊ വായിൽ ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാലോ, വിറ്റാമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഏതാണ് അതിന്റെ പേര്, സ്കർവി കേട്ടോ, സ്കർവി. അപ്പൊ പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ് അല്ലെ, എന്താണ് പസ് ആൻഡ് ബ്ലീഡിങ് ഓഫ് ഗംസ് അല്ലെ, നമ്മുടെ മോണയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അല്ലെ. പഴുപ്പും രക്തസ്രാവവും ഉണ്ടാവുക എവിടെയാണ് ഉണ്ടാവുന്നത്, മോണയ്ക്കകത്ത് അല്ലെ. മോണയ്ക്കകത്ത് ഈ പറയുന്ന പഴുപ്പ് ഉണ്ടാവുക, രക്തസ്രാവം ഉണ്ടാവുക അല്ലെ, ബ്ലഡ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു അവസ്ഥ. ബ്ലീഡിങ് ഗംസ് എന്നൊക്കെ പറയും അല്ലെ. ഈ മോണയിൽ ഉണ്ടാവുന്ന വേദന, ഇതൊക്കെ എന്താണ്, വിറ്റാമിൻ സിയുടെ ലക്ഷണമാണ്. അപ്പൊ വിറ്റാമിൻ സിയുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ നാരങ്ങയും ഓറഞ്ചും ഒക്കെയാണ് അല്ലെ. അപ്പൊ ഈ വിറ്റാമിൻ സി ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന അസുഖം ഏതാണ്, സ്കർവി അല്ലെ, സ്കർവി. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ, സ്കർവി അല്ലെ. അപ്പൊ ഈ ഒരു രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, ആലോചിക്കുക. അപ്പൊ ഈ പണ്ട് നാവികർക്കൊക്കെ അല്ലെ, അതായത് കപ്പലിലൂടെ കുറേ കാലം യാത്ര ചെയ്തിരുന്ന ചില നാവികർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അസുഖം കൂടിയാണ് ഈ സ്കർവി എന്ന് പറയുന്നത്. അടുത്തത് ഏതാടാ, വിറ്റാമിൻ ഡി ആണ് കേട്ടോ. വിറ്റാമിൻ ഡി കൊണ്ട് ഉണ്ടാവുന്ന അസുഖത്തിന്റെ പേരെന്താ നോക്കിയാ നിങ്ങള്, കാണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയും അല്ലെ, റിക്കറ്റ്സ് എന്ന് പറയും. അപ്പൊ ബോൺസ് ബിക്കം ബ്രിറ്റിൽ ആൻഡ് ബെൻഡ് അല്ലെ, വളഞ്ഞു പോവാ, തീരെ ഉറപ്പില്ലാതായി പോവാ അല്ലെ, കനം കുറഞ്ഞിങ്ങനെ വളഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് റിക്കറ്റ്സ് അല്ലെ, കാണ എന്ന് പറയുന്നത്. അപ്പൊ കണ ഏത് വിറ്റാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്, വിറ്റാമിൻ ഡി അല്ലെ. അപ്പൊ കണ ഡി, കണ്ണാടി എന്ന് ഓർത്ത് നോക്കിയ നിങ്ങള്, ചിലപ്പോ പെട്ടെന്ന് കിട്ടും അല്ലെ. പെട്ടെന്ന് ചിലപ്പോ എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരത്തില്ല, ഈ കണ ഏതായിരുന്നു, എ ആണോ ബി ആണോ സി ആണോ, പിന്നെ ഫുൾ ഇരുന്ന് ആൽഫബറ്റ് മുഴുവൻ എഴുതേണ്ട ഒരു അവസ്ഥയായി പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് കണ, റിക്കറ്റ് എന്ന് പറയുന്ന രോഗം ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കണ്ണാടി. അപ്പൊ കണ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് കണ ഡി അല്ലെ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ഏതാണ്, ഇരുമ്പ് അല്ലെ. ഇരുമ്പ് എന്ന് പറയുന്ന മൂലകം നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട് അല്ലെ. കുറെ മൂലകങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട് അല്ലെ. അങ്ങനെ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ വിളർച്ച, രക്തം കുറവാണ് എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരവസ്ഥയാണ് വിളർച്ച എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ണൊക്കെ നോക്കിയിട്ട് അല്ലെ പറയാറുണ്ട് അല്ലെ, ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ പറയാറില്ലേ നിങ്ങൾക്ക് വിളർച്ചയുണ്ട് എന്നൊക്കെ. അതെങ്ങനെയാണ്, നമ്മുടെ ഇരുമ്പിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അല്ലെ ഈ വിളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് അസുഖം, അനീമിയ അല്ലെ, അനീമിയ. അടുത്തതായിട്ട് അയഡിൻ അല്ലെ. അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ്, ഗോയിറ്റർ അല്ലെ. എന്താ ഈ ഗോയിറ്റർ, നമ്മുടെ തൊണ്ടൊക്കെ ഇങ്ങനെ തടിച്ചു വരുന്ന ആളുകളെ പറയാറില്ലേ, നിങ്ങൾ കാണാറുണ്ടോ, ചിലപ്പോ പറയാറില്ലേ ഗോയിറ്റർ ഉണ്ടോന്നൊന്ന് നോക്കി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ തൈറോയിഡ് അല്ലെ, തൈറോയിഡ് ഗ്രന്ഥിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇതുപോലെ തൊണ്ടയിൽ വരുന്ന ഒരു അസുഖമാണ് ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഏത് മൂലകത്തിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്, ഏത് മൂലകാണ്, അയഡിൻ അല്ലെ, അയഡിൻ. അപ്പൊ അയഡിൻ ചേർത്ത് ഉപ്പ് കഴിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്, അയഡിൻ അടങ്ങിയ ഉപ്പാണ് എന്നൊക്കെ പരസ്യത്തിൽ കാണാറില്ലേ. അപ്പൊ ഈ അയഡിൻ നമുക്ക് ഉപ്പിലൂടെയൊക്കെയാണ് കിട്ടാറ്. അപ്പൊ അയഡിൻ ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ പറയുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും അല്ലെ. അപ്പൊ മക്കളെ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിഷ്യൻസി സിൻഡ്രോംസ് അല്ലെ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല അടിപൊളി മക്കളായിട്ട് ഇത് നന്നായിട്ട് പഠിക്കുക, കാരണം ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ ഈ ഡെഫിഷ്യൻസി സിൻഡ്രോം എത്ര പക്കയാക്കാൻ പറ്റുന്നോ അത്രയും പക്കയാക്കുക. ടീച്ചർ പറഞ്ഞ കോഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക. എന്തായാലും നിങ്ങൾ ഇതെന്തായാലും പഠിക്കണം കേട്ടോ, കാരണം എക്സാമിന് ഉറപ്പായിട്ട് ഇത് ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.